അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഒരു മകനെ മറ്റുള്ളവരോട് പൊട്ടിത്തെറിക്കേണ്ടി വന്ന ഒരു അവസ്ഥയൊന്ന് നോക്കിക്കേ. അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ കാണിക്കുന്നത് കണ്ടില്ലേ? കയ്യിലൊരു മൊബൈലുമായി റീൽസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് പ്രിയപ്പെട്ട കലാകാരനെ അവസാനമായി ഒന്ന് കാണുവാൻ വേണ്ടിയല്ല, പകരം അവിടേക്ക് വരുന്ന ഓരോ സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസും റീൽസ് എടുക്കുന്നവരും കൂടെ നിന്ന് സെൽഫി എടുക്കുന്നവരും എന്നിങ്ങനെയുള്ള പല ആളുകളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ കാണിക്കുന്നതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ? ഒരു മരണവീടാണ് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാത്ത മനുഷ്യർ. സഹപ്രവർത്തകനെ അവസാനമായി ഒന്ന് കാണുവാൻ പോലും സമ്മതിക്കാത്ത ഒരു കൂട്ടം ജനങ്ങളാണ് ചുറ്റുമുണ്ടായിരുന്നത്. എല്ലാവരും ചന്തു ദേഷ്യപ്പെടുന്നത് മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനും രമേശ് പിഷാരടിക്കുമെല്ലാം അവിടെയുള്ള ജനങ്ങളോട് കയർത്ത് സംസാരിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി വന്നിറങ്ങിയപ്പോൾ കഴുത്തിലേക്ക് ഷോളിടാൻ പോയ ഒരു വ്യക്തി, എന്താണ് ഇതൊരു മരണവീടല്ലേ, അല്ലാതെ പാർട്ടി ഓഫീസിലേക്കൊന്നും കയറി വരുന്നതല്ലോ. അന്ത്യകർമ്മങ്ങൾ മനസമാധാനത്തോടെ ചെയ്യുവാൻ വേണ്ടി പിന്നിൽ നിന്നിരിക്കുന്ന ക്യാമറ കണ്ണുകൾ സമ്മതിച്ചില്ല. അവസാനം നിവൃത്തി കെട്ടിട്ടാണ് ചന്തു പ്രതികരിച്ചത്. മറ്റുള്ളവരുടെ ഇമോഷൻസ് വിറ്റ് കാശാക്കുന്ന ഒരു പറ്റം ജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെയുള്ളവരാണ് ആ മൊബൈലും ഏന്തി അവിടെ നിൽക്കുന്നവർ. അച്ഛൻ്റെ ചേതനയറ്റ ശരീരത്തിന് മുന്നിൽ ഒന്ന് മനസമാധാനത്തോടെ ഒന്ന് പൊട്ടിക്കരയുവാനോ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനോ ചുറ്റുമുള്ളവർ സമ്മതിക്കാതെ വന്നപ്പോയായിരുന്നു ചന്തുവിന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നിരുന്നത്. എന്നിട്ടോ അതിന് താഴെ വരുന്ന കമൻറ്റുകളോ, ഇവന് ലഹരിയാണ്, അച്ഛൻ്റെ പേര് നശിപ്പിക്കുവാനായി നടക്കുന്ന ഒരു മകൻ എന്നിങ്ങനെയുള്ള പല പല കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. എന്തൊരു മനുഷ്യന്മാരാണ്! ആ മകൻ്റെ ഒരു മാനസികാവസ്ഥ പോലും ചിന്തിക്കാതെയാണ് ഓരോരുത്തർ കമൻ്റ് ഇടുന്നത്. ചുറ്റും നിൽക്കുന്ന ആ ക്യാമറകൾക്കെല്ലാം ഇവരുടെ ഇമോഷൻസ് വെറും ഒരു കണ്ടന്റാണ്. അവർ ഓരോ പേജിലിടുന്നത് ഓരോ പാട്ടെല്ലാം ചേർത്ത് ഇവർ കരയുന്നതും ഇവരുടെ വിഷമവും വിറ്റുകൊണ്ട് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിക്കേ. സത്യം പറഞ്ഞാൽ ഇതിനൊരു നിയമം തന്നെ കൊണ്ടുവരണം. മരണ വീട്ടിൽ ഫോണുമായി ഏന്തി വരുന്നവരെയെല്ലാം പിടിച്ച് ജയിലിലിടണം. ചില ആളുകളുടെ കമന്റുകൾ ഇങ്ങനെയായിരുന്നു: മരിച്ചു കിടക്കുന്ന സെലിംകുമാറിനെ അവസാനമായി കാണുവാൻ വന്ന മനുഷ്യന്മാരെയാണ് ആ മകൻ ആട്ടിവിട്ടത് എന്നൊക്കെയായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരനെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഫോണിൽ റെക്കോർഡും ചെയ്തുകൊണ്ടാണോ നടക്കുക? അല്ലെങ്കിൽ കൂടെ നിന്ന് കരയുന്നവരുടെ ഫോട്ടോസും വീഡിയോസും സൂമെല്ലാം ചെയ്ത് എടുക്കുകയാണോ വേണ്ടത്? അങ്ങനെയെല്ലാം ചെയ്യുന്നവരോട് ചന്തു കാണിച്ചത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ചന്തുവിൻ്റെ ഈ ഒരു പ്രകടനം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുന്നേ പൃഥ്വിരാജ് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ സെൽഫി എടുക്കുവാനും അതുപോലെ ക്യാമറയുമായി ഷൂട്ട് ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ പൃഥ്വിരാജിന് ശരിക്കും ദേഷ്യവും വെറുപ്പുമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അതുതന്നെയാണ് എനിക്കും പറയുവാനുള്ളത്. ചുറ്റുമുള്ള മനുഷ്യന്മാർ ശരിക്കും ഒരു ശവന്തീനികൾ തന്നെയാണ്. വെറും റീച്ചിനും കണ്ടന്റിനും വേണ്ടി അവിടെ തടിച്ചുകൂടി ആ കുടുംബത്തെ മനസമാധാനത്തോടെ അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അനുവദിക്കാത്ത ഒരു പറ്റം ജനങ്ങൾ. എത്രയെത്ര റീൽസാണ് ഷൂട്ട് ചെയ്ത് പല ക്യാപ്ഷനോട് കൂടിയിട്ട് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഒരു മരണ വീട്ടിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കുന്നത്? ഇതിന് വളരെ രൂക്ഷമായി തന്നെ സുപ്രിയ പൃഥ്വിരാജ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പോസ്റ്റ് ഞാൻ ഇവിടെ പിൻ ചെയ്തു വെക്കാം. സത്യം പറയാമല്ലോ, മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയല്ല. ഒരു ഫോണും തൂക്കി പിടിച്ച് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ പറ്റാത്ത മനുഷ്യന്മാർ ഉണ്ടാക്കുന്നത് കണ്ടന്റാണ്, അല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു മാധ്യമ ധർമ്മമല്ല. ദയവ് ചെയ്ത് ഇനിയെങ്കിലും മരണ വീട്ടിൽ പോയി റീൽസ് ചിത്രീകരിക്കാതിരിക്കുക. ഓരോരുത്തരുടെയും ഇമോഷനെ അതുപോലെ തന്നെ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാതിരിക്കുക. സ്ഥലകാല ബോധം എന്നുള്ളത് ഒരു ബേസിക് കോമൺ സെൻസ് ആണ്. ദയവ് ചെയ്ത് ഓൺലൈൻ മീഡിയാസ് ഇതൊന്നും മനസ്സിലാക്കണം. ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊക്കെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? എനിവേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.